ഒലർത്തിയത്. ഇത് നമ്മളെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഞാൻ തന്നെ നമ്മൾ ചിക്കനെ നമ്മൾ വേവിച്ചെടുക്കും. ആ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നമ്മൾ ചിക്കനെ വേവിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ചിക്കൻ നമ്മൾ ഒലത്തിയെടുക്കുക. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സവാളയുടെ പകുതി സ്ലൈസ് ചെയ്തെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പച്ചമുളക്, ചതച്ചെടുത്ത കുരുമുളക് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചതച്ചെടുത്ത വെളുത്തുള്ളി ഒരു 12 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു സവാളയുടെ പകുതി ചോപ്പ് ചെയ്തെടുത്തത്, ഒരു സവാള മുഴുവൻ എടുത്തിട്ടുണ്ടായിരുന്നെ പാതി ഞാത്തേക്ക് സ്ലൈസ് ചെയ്തെടുത്തു, പാതി ചോപ്പ് ചെയ്തെടുത്തു. ഉണക്കമുളക്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കടുക്, വേപ്പിൻ്റെ ഇല. ഇനി നമ്മൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. സവോളയും ഇഞ്ചിയും പച്ചമുളക് ഇടാം. കുരുമുളക് ചതച്ച് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇപ്പോൾ കുറച്ച് ചേർക്കാം. പിന്നെ കറി ഒലത്തിയെടുക്കുമ്പോൾ ബാക്കിയുള്ളത് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ഇടുക. ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചെറു തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ആ ചിക്കൻ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം വരും. മസാലയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കാം. ആദ്യം നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ചിടാം. അതുകൊണ്ട് ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെള്ളമൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്നതിനേക്കാളും ഇങ്ങനെ നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് ഉലർത്തിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഈ കുരുമുളകും പച്ചമുളകൊക്കെ ഇട്ട് വേവിച്ചെടുക്കുമ്പോൾ ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഈ എരിവൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഉലത്തിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നീക്കി വയ്ക്കാം. ചീഞ്ഞിട്ട് വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ചീഞ്ഞിട്ട് നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകും വേപ്പിൻ്റെ ഇല ഇടാം. ഉണക്കമുളക് നമുക്കൊന്ന് ചെറുതാക്കിയിട്ട് ഇടാം. വേപ്പിൻ്റെ ഇല കുറച്ച് കൂടുതലിടാം. ഈ മുളകും വേപ്പിൻ്റെ ഇലയും മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവോളയും വെളുത്തുള്ളിയും ചേർക്കാം. ഈ സവോളയും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിയണം. അപ്പോൾ നമ്മുടെ സവോളയും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി മൊരിഞ്ഞിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഈ മല്ലിപ്പൊടി ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും ഗരം മസാല പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഗരം മസാല ചേർക്കാം. ഈ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. നമ്മുടെ മസാലകളെല്ലാം മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം.
നമ്മുടെ മസാലയ്ക്ക് ചിക്കനിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ മസാലയ്ക്ക് ചിക്കനിലേക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് പിടിക്കും. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. നമ്മൾ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മസാലയ്ക്ക് നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ആ വെളുത്തുള്ളിയും സവോളയ്ക്ക് മുരിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഒലത്തിയത് റെഡി ആയിട്ടുണ്ട്.